2024 ജൂൺ 24 തിങ്കൾ. ഇന്ന് 1199 മിഥുനം 10. വാർത്തകൾ വായിക്കുന്നത് ജി രവി. രാജ്യത്ത് യുനെസ്കോയുടെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോട് മന്ത്രി MB രാജേഷ് പ്രഖ്യാപനം നടത്തി. രാജ്യത്ത് ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കോഴിക്കോടിന് ലഭിച്ചതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം മന്ത്രി MB രാജേഷ് നടത്തി. എല്ലാവരെയും ഇരുകൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമുള്ള നഗരമാണ് കോഴിക്കോടെന്നും നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിനു കൂടി അവകാശപ്പെട്ട നേട്ടമാണ് ഈ അംഗീകാരമെന്നും അദ്ദേഹം പറഞ്ഞു. സാഹിത്യ നഗരമെന്ന പദവി കൃത്യമായ രീതിയിൽ പ്രയോഗിക്കാനും വരും തലമുറയ്ക്ക് ഇതിൻ്റെ അനന്ത സാധ്യതകൾ കൂടി തുറക്കാനും കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോടിനായി രൂപകൽപ്പന ചെയ്ത യുനെസ്കോ സാഹിത്യ നഗരം ലോഗോയും വെബ്സൈറ്റും മന്ത്രി PM മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്തു. ടൂറിസം വകുപ്പിൻ്റെ ലിറ്ററേച്ചർ സർക്കിട്ടിൻ്റെ പ്രധാന കേന്ദ്രം കോഴിക്കോട്ടായിരിക്കുമെന്നും വൈക്കം മുഹമ്മദ് ബഷീർ ജീവിച്ച ബേപ്പൂർ ഇതിലെ ആകർഷണമായിരിക്കുമെന്നും റിയാസ് പറഞ്ഞു. ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരുക്കിയ ഭീമൻ കേക്കും ചടങ്ങിൽ മുറിച്ചു. സാഹിത്യ നഗരത്തിൻ്റെ ഔദ്യോഗിക കേന്ദ്രമായി ആനക്കുളം സാംസ്കാരിക നിലയത്തിൻ്റെ പ്രഖ്യാപനം കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷയായിരുന്നു. അടുത്ത വർഷം മുതൽ ജൂൺ 23 കോഴിക്കോട് സാഹിത്യ നഗര ദിനമായി ആചരിക്കുമെന്ന് മേയർ പറഞ്ഞു. സാഹിത്യത്തിൻ്റെ 6 മേഖലകളിലുള്ളവർക്ക് പുരസ്കാരങ്ങളും നൽകും. വജ്രജൂബിലി പുരസ്കാരം ഏറ്റുവാങ്ങാൻ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം MT വാസുദേവൻ നായർ എത്തിയിരുന്നില്ല. മന്ത്രി MB രാജേഷ്, മേയർ ബീന ഫിലിപ്പ്, A പ്രദീപ് കുമാർ, പുരുഷൻ കടലുണ്ടി എന്നിവർ MDയുടെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറി. നീറ്റ് UG പുനഃപരീക്ഷയിൽ ഹാജർ 52% മാത്രം. CBI അന്വേഷണം 3 സംസ്ഥാനങ്ങളിൽ കള്ളപ്പണ ഇടപാട് പരിശോധിക്കാൻ ED. മാറ്റിവെച്ച പരീക്ഷകളുടെ പുതിയ തീയതി ഉടൻ തീരുമാനിക്കും. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ CBI അന്വേഷണം ആരംഭിച്ചെങ്കിലും ദുരൂഹതകൾ തുടരുകയാണ്. ഇന്നലെ നടന്ന പുനഃപരീക്ഷയിൽ വിദ്യാർത്ഥികളുടെ ഹാജർ കുറവും കാരണം പറയാതെ ദേശീയ പരീക്ഷാ ഏജൻസി വിദ്യാർത്ഥികളെ അയോഗ്യരാക്കുന്നതുമാണ് സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നത്. സമയക്കുറവിനെ തുടർന്ന് ഗ്രേസ് മാർക്ക് നൽകിയ പ്രശ്നത്തിൽ രാജ്യത്തെ 6 കേന്ദ്രങ്ങളിൽ 1563 വിദ്യാർത്ഥികൾക്കായി നടത്തിയ പുനഃപരീക്ഷയിൽ 813 പേർ മാത്രമാണ് പങ്കെടുത്തത്. പുനഃപരീക്ഷ എഴുതാത്തവർക്ക് മെയ് 5 നടന്ന പരീക്ഷയിലെ മാർക്ക് തന്നെയാകും ലഭിക്കുക. മെയ് 5 നടന്ന പരീക്ഷയിൽ ക്രമക്കേട് കാട്ടിയതിന് ബീഹാറിൽ നിന്നുള്ള 17 വിദ്യാർത്ഥികളെ ഫലം വന്ന് 2 ആഴ്ചയ്ക്ക് ശേഷം NDA ഇന്നലെയാണ് അയോഗ്യരാക്കിയത്. ബീഹാർ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള 93 പേരെ വ്യക്തമായ കാരണം പറയാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ അയോഗ്യരാക്കിയിരുന്നു. കേസിൽ FIR രജിസ്റ്റർ ചെയ്ത CBI ബീഹാറിൽ നിന്ന് അന്വേഷണത്തിന് തുടക്കമിടും. ജാർഖണ്ഡ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലും പരിശോധന നടത്തും. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായേക്കും. മഹാരാഷ്ട്ര ലാത്തൂരിൽ കോച്ചിംഗ് സെൻറ്റർ നടത്തുന്ന 2 അധ്യാപകരെ ഭീകരവിരുദ്ധ സേന കസ്റ്റഡിയിലെടുത്തു. മാറ്റിവെച്ച പരീക്ഷകളുടെ പുതിയ തീയതി ഉടൻ തീരുമാനിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. ജാമ്യം കേജ്രിവാൾ സുപ്രീം കോടതിയിൽ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ വിചാരണ കോടതി അനുവദിച്ച ജാമ്യം ഹൈക്കോടതി ഇടക്കാലത്തേക്ക് സ്റ്റേ ചെയ്തതിനെതിരെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ജൂൺ 20 വിചാരണ കോടതി കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. എന്നാൽ വിചാരണ കോടതി നടപടിക്കെതിരെ പിറ്റേന്ന് തന്നെ ED ഹൈക്കോടതിയെ സമീപിച്ചു. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചതെന്നായിരുന്നു EDയുടെ വാദം. മന്ത്രിയായി OR കേളു സത്യപ്രതിജ്ഞ ചെയ്തു. 2ാം പിണറായി മന്ത്രിസഭയിലെ പുതുമുഖമായി OR കേളു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്ഭവനിലെ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സഗൗരവമാണ് കേളു പ്രതിജ്ഞയെടുത്തത്. K രാധാകൃഷ്ണന് പകരം മന്ത്രിയായ കേളുവിന് പട്ടികവർഗ പട്ടികജാതി ക്ഷേമ വകുപ്പുകളാണ് ലഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിയുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും ചടങ്ങിനെത്തി. വയനാട്ടുകാരുടെ കേളുവേട്ടൻ മന്ത്രിയാകുന്നതിന് സാക്ഷ്യം വഹിക്കാൻ നാട്ടിൽ നിന്ന് 500ഓളം പേർ രാജ്ഭവനിലെത്തിയിരുന്നു. സെക്രട്ടേറിയറ്റിൽ നോർത്ത് ബ്ലോക്കിലെ ഓഫീസിലെത്തി ഇന്നലെ തന്നെ മന്ത്രി ചുമതലയേറ്റു. K രാധാകൃഷ്ണൻ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക വസതിയാകും OR കേളുവിന് ലഭിക്കുക. പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് പിണറായി മന്ത്രിസഭയിൽ അംഗമാകുന്ന ആദ്യത്തെയാളാണ് OR കേളു.
വയനാട്ടിൽ നിന്നുള്ള ആദ്യത്തെ CPM മന്ത്രി എന്ന പ്രത്യേകതയുമുണ്ട്. ഇസ്രായേൽ ബോംബിങ്ങിൽ പലസ്തീൻ ഫുട്ബോൾ താരവും കുടുംബവും കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ പലസ്തീൻ ഫുട്ബോൾ താരം അഹമ്മദ് അബു അൽത്തയും കുടുംബവും കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ചയാണ് ഇവരുടെ വീടിന് നേരെ ബോംബാക്രമണമുണ്ടായത്. അത്തയുടെ ഭാര്യ ഡോക്ടർ റൂബ ഇസ്മായിലും 2 മക്കളും കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. ഗാസ മുനമ്പ് ടീമായ അൽ അഹ്ലി ഗാസയുടെ കളിക്കാരനാണ്. 9ാം മാസത്തിലെത്തിയ ഗാസ യുദ്ധത്തിൽ ഇതുവരെ 300 കായിക താരങ്ങളും സ്പോർട്സ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി പലസ്തീൻ ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷൻ ജിബ്രീൽ റജൌബ് പറഞ്ഞു. ഗാസ സിറ്റിയിലെ UN പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയുടെ കേന്ദ്രത്തിലും ബോംബിട്ടതായി റിപ്പോർട്ടുണ്ട്. ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ 37,598 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 86,032 പേർക്ക് പരിക്കേറ്റു. യമനിലെ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ചെങ്കടലിൽ ചരക്ക് കപ്പലിന് കേടുപാടുകൾ പറ്റി. ജീവനക്കാർ സുരക്ഷിതരാണ്. ചൈനയിലേക്ക് പോവുകയായിരുന്നു കപ്പൽ. പരിക്കേറ്റ പലസ്തീൻകാരനെ സൈനിക ജീപ്പിൽ കെട്ടിവെച്ചു കൊണ്ടുപോയി. ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ പരിക്കേറ്റ പലസ്തീൻ യുവാവിനെ മിലിറ്ററി ജീപ്പിൻ്റെ മുകളിൽ കെട്ടിവെച്ചു കൊണ്ടുപോകുന്നതിൻ്റെ വീഡിയോ പുറത്തുവന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ സ്വദേശിയായ മുജാഹിദ് അസ്മിയെ ജീപ്പിൽ കെട്ടിവെച്ചു കൊണ്ടുപോകുമ്പോൾ 2 ആംബുലൻസുകൾ കടന്നുപോകുന്നതും വീഡിയോയിൽ കാണാം. സൈന്യം ചട്ടം ലംഘിച്ചതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചു. കേണിച്ചിറയെ വിറപ്പിച്ച കടുവ കൂട്ടിലായി. വയനാട് പൂതാടി പഞ്ചായത്തിലെ കേണിച്ചിറയിൽ ഭീതി പരത്തിയ കടുവ കൂട്ടിലായി. 4 ദിവസം മുൻപ് കാടിറങ്ങിയെന്ന് കരുതുന്ന തോൽപ്പെട്ടി 17 എന്ന കടുവയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്നലെ രാത്രി 11 മണിയോടെ കുടുങ്ങിയത്. 3 കർഷകരുടെ 4 പശുക്കളെ കൊന്ന കടുവയുടെ സ്വൈര്യവിഹാരം നാടിനെ ഭീതിയിലാഴ്ത്തിയ മണിക്കൂറുകൾക്കൊടുവിലാണ് കിഴക്കയിൽ സാബുവിൻ്റെ വീട്ടിൽ സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. കർഷകനായ മാളിയേക്കൽ ബെന്നിയുടെ തൊഴുത്തിൽ കൊന്നിട്ട പശുവിനെ തിന്നാനായി ഇന്നലെ 3 മണിക്കൂറിനിടെ 3 തവണ കടുവ എത്തിയിരുന്നു. വൈകിട്ട് 6-നും 9-നും 9:15-നുമാണ് കടുവ പ്രത്യക്ഷപ്പെട്ടത്. പശുവിൻ്റെ ജഡം തേടി തൊഴുത്തിൽ ചുറ്റിത്തിരിയുന്ന ഭീമൻ കടുവയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വനം വകുപ്പിനെതിരെ വൻ പ്രതിഷേധമുയർന്നിരുന്നു. വനപാലകരെത്തി റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചതോടെയാണ് കടുവ മടങ്ങിയത്. പിന്നീട് 2 മണിക്കൂറിനകം തന്നെ കടുവ കൂട്ടിലായത് വനം വകുപ്പിനും നാട്ടുകാർക്കും ആശ്വാസമായി. കൂട്ടിലായില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിറക്കിയിരുന്നു. മലയാളത്തിൽ ഡയറി എഴുതി മുടുക ഗോത്ര വിഭാഗത്തിലെ 6 വയസ്സുകാരി. അട്ടപ്പാടി കാരറ GUP സ്കൂളിലെ 2ാം ക്ലാസ്സുകാരി സുദീപയുടെ ഡയറി നിറയെ ഓരോ ദിവസത്തെയും കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ്. വഴിയും പുഴയും മഴയും വഴിയരികിലെ മരങ്ങളിലെ കിളിക്കൂടും ദിവസവും കണ്ടതും കേട്ടതും അറിഞ്ഞതുമെല്ലാം വടിവത്ത മലയാളത്തിൽ കുത്തിക്കുറിച്ചിട്ടുണ്ട്. മലയാളം മാതൃഭാഷയല്ലാത്ത മുടുക ഗോത്രവിഭാഗക്കാരിയായ കൊച്ചുമിടുക്കി 6ാം വയസ്സിൽ തന്നെ മലയാളത്തെ കുഞ്ഞിക്കൈയിൽ മെരുക്കിയെടുത്തിരിക്കുകയാണ്. സുദീപയുടെ കുറിപ്പുകൾക്കൊപ്പം അമ്മ ദീപയുടെ വരകളും മനോഹരം. ഇന്ന് അച്ഛൻ ദൂരെ പണിക്ക് പോയി, എനിക്ക് അച്ഛനെ കാണാനായില്ല, സങ്കടമായി എന്നാണ് സുദീപയുടെ ഒരു ദിവസത്തെ ഡയറിയെങ്കിൽ ഇന്ന് ഞാനും അനിയനും മണ്ണുകൊണ്ടു കളിച്ചു എന്നതാണ് അടുത്ത ദിവസത്തേത്. പാല് വാങ്ങാൻ പോയപ്പോൾ മഴ നനഞ്ഞതും സ്കൂളിലേക്ക് വരുന്ന വഴി മരത്തിൽ കിളിക്കൂട് കണ്ടതും വീട്ടുമുറ്റത്തെ ചാമ്പമരത്തിൽ ചുവന്ന ചാമ്പങ്ങ നിറഞ്ഞതും മഴ പെയ്ത് മുറ്റത്തെ മുല്ലയിൽ നിറയെ വെളുത്ത പൂക്കൾ നിറഞ്ഞതുമെല്ലാമാണ് തുടർന്നു വരുന്ന ഓരോ ദിവസങ്ങളിലെയും വിശേഷങ്ങൾ. സുദീപയുടെ ഡയറി വിശേഷങ്ങളും അമ്മ ദീപയുടെ വരയും പ്രധാന അധ്യാപിക സിന്ധു സാജനാണ് സമൂഹ മാധ്യമത്തിലൂടെ പുറം ലോകത്തെ അറിയിച്ചത്. ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച് മന്ത്രി വി ശിവൻകുട്ടി സുദീപയെയും ദീപയെയും അഭിനന്ദിച്ചു. നഴ്സറി ടീച്ചർ പരിശീലനം അപേക്ഷ ജൂലൈ 1 വരെ. പ്രീ പ്രൈമറി തലത്തിലെ അധ്യാപക ജോലിക്കുള്ള യോഗ്യത നൽകുന്ന 2 വർഷ നഴ്സറി ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സ് 2024-26 പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കോടെ +2 വേണം. പിന്നാക്ക വിഭാഗക്കാർക്ക് 43%. പട്ടിക വിഭാഗക്കാർ +2 ജയിച്ചാൽ മതിയാകും. 2024 ജൂൺ 1 17-33 വയസ്സ്. പിന്നാക്ക പട്ടിക വിഭാഗക്കാർക്ക് യഥാക്രമം 36-38 വരെയാകാം. ശുഭദിനം. നന്ദി.